ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ELT എന്നൊരു പേപ്പറാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അതിലെ ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ വിതൗട്ട് ഫർദർ അഡു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു യൂണിവേഴ്സൽ ആയിട്ടൊരു ലാംഗ്വേജ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും കൊളോണിയലൈസേഷനാണ്. യൂറോപ്യൻ കോളനൈസേഴ്സ് പല രാജ്യങ്ങളിൽ എത്തുകയും അവരുടെ ആയിട്ടുള്ളൊരു ആധിപത്യം അവിടെ സ്ഥാപിക്കുകയും മെയിനായിട്ട് അവർ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതും അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജുമാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ അത്രമാത്രം പോപ്പുലറൈസ് ആകുന്നതും. ഇൻഡിപെൻഡൻസിന് ശേഷം ഈ കോളനൈസേഷൻ എല്ലാം നിന്ന് അതാത് രാജ്യങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പോലും ആ ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ആ ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലും ആ രാജ്യങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും അത് ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കവിടെ പല ഘട്ടങ്ങളിലും പല ആസ്പെക്ട്സിലും നമുക്ക് കാണാൻ പറ്റും, ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജായി മാറുകയും ചെയ്തത്. ഇന്ത്യയുടെ കാര്യം ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണുള്ളത്, നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. കാരണം പല ഭാഷകൾ കൂടിച്ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, അത് ഹിന്ദിയാണ്. പക്ഷെ നമ്മൾക്കിവിടെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ELT ഇന്ത്യയിൽ വരുന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 17th സെഞ്ച്വറി ആയപ്പോഴാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആകുന്നത്. സ്വാഭാവികമായിട്ടും കോളനൈസേഷൻ മതി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ എത്തിയ പിന്നാലെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടെ പോപ്പുലറൈസ് ആകുന്നത്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രേഡാണ്. ട്രേഡിൻ്റെ പേരിലാണ് അവർ വന്നതെങ്കിലും പിന്നീട് ഇവിടുത്തെ ആൾക്കാരെ അവരുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ മേൽ ഒരു സ്വാധീനം ചെലുത്താൻ അവർ ശ്രമിച്ചു. അങ്ങനെയാണ് കോളനൈസേഷൻ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ബ്രിട്ടീഷേഴ്സ് എന്താണ് ചെയ്തത്? ഇന്ത്യൻസിന് മനസ്സിലാക്കാൻ ഇന്ത്യൻ ലാംഗ്വേജസ് പഠിക്കാനാണ് അവരാദ്യം ശ്രമിച്ചത്. ഇന്ത്യൻ ലാംഗ്വേജസും ഇന്ത്യൻ കൾച്ചറും മനസ്സിലാക്കിക്കൊണ്ട് ആ വഴി ഇന്ത്യയെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആധിപത്യം നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷേഴ്സ് ആദ്യം ആ ഒരു കൊളോണൈസേഷൻ തുടങ്ങുന്നതെങ്കിലും അതിനുവേണ്ടി അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ കോളേജസ് ഉണ്ടായിരുന്നു, ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ അവർക്ക് മനസ്സിലായി അവരുടേതായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പവർ ഇൻക്രീസ് ചെയ്യുന്ന സന്ദർഭത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, അതായത് ബംഗാൾ, മദ്രാസ്, ബോംബെ പോലത്തുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് കൂടി വന്നു. ആ സമയത്ത് കോളനൈസേഴ്സിന് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം തന്നെ പഠിച്ച് ആ ഒരു വഴി ഇന്ത്യയെ ഒരു കോളനി ആക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ലാംഗ്വേജ് അല്ല. പല സ്ഥലങ്ങളിലായി പല ഭാഷകളിൽ പല ഡയലക്റ്റിൽ ഉള്ള ഒരുപാടധികം ഭാഷകൾ ഇന്ത്യയിലുണ്ട്. അതെല്ലാം തന്നെ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിയ സമയത്ത് അവർക്ക് അവർ തീരുമാനിച്ചൊരു കാര്യമാണ്, ഇതിനെക്കാട്ടിലും അവരുടെ തന്നെ ലാംഗ്വേജ് ആയിട്ടുള്ള, അവർക്ക് ഒറ്റൊരു ലാംഗ്വേജേ ഉള്ളൂ, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് അവർക്ക് മനസ്സിലാവുകയും അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുറേ മിഷനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വന്നു. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഏറ്റെടുത്തത്. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ തുടങ്ങുന്നു. മാത്രമല്ല ഇന്ത്യൻസിനും പോകെ മനസ്സിലായി ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. കാരണം അവരെ ഭരിക്കുന്നത് ഇപ്പോൾ അധികാരം കയ്യിലുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഈ ഒരു അധികാരം ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിക്കണമെങ്കിൽ, ഒരു ഭാഗം കൂട്ടർ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്, അവിടെ ജീവിക്കണമെങ്കിൽ ആ ഒരു ഭാഷ, ആ ഒരു വെസ്റ്റേണേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലും അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജും പഠിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന്
ഒരു വിഭാഗം ആൾക്കാർ മനസ്സിലാക്കി. അതിൽ കൂടുതലും ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ സമയത്തെ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു കൂട്ടർ. അവർക്ക് മനസ്സിലായി ഇവിടെ ഒരു ഗവൺമെൻറ് ജോബ് വേണമെങ്കിൽ, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചേ പറ്റത്തുള്ളൂ. അതും ആ സമയം സെക്കൻഡറി സ്കൂളിലൊന്നും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലായിരുന്നു, റീജിയണൽ ലാംഗ്വേജസ് തന്നെയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ടായിരുന്നു. അവർ മാത്രമാണ് ഈ ഒരു സർവീസ് ആ സമയത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ കൂടുതൽ ഇന്ത്യൻസ് മിഡിൽ ക്ലാസ് ആൾക്കാരുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി, പ്രൈവറ്റ് സ്കൂൾസിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഭാഷ പഠിക്കുക. കാരണം ഈ ഒരു ഭാഷ പഠിച്ചാൽ മാത്രമേ അവർക്ക് നല്ലൊരു ജോലി, ഒരുപക്ഷെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പ്രൊവിൻസസിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാനും സാധിക്കത്തുള്ളൂ. ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ പ്രൈവറ്റ് സ്കൂൾസിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങിയത്. കൂടുതലും കൽക്കട്ടയിലൊക്കെയാണ് ഈ ഒരു പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപാടധികം മൂവ്മെൻറ്റ്സും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. അതായത് രാജാറാം മോഹൻ റോയ് പോലത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് വെസ്റ്റേൺ സയൻറ്റിഫിക് എഡ്യൂക്കേഷനെ ഒരുപാടധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സാൻസ്ക്രിറ്റിനെയും പേർഷ്യനെയും വെച്ച് നോക്കുമ്പോൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് കിട്ടിത്തുടങ്ങി. മാത്രമല്ല നമ്മളെപ്പോഴും ഹിസ്റ്ററിയിൽ പഠിക്കുന്ന മക്കോളേസ് മിനിറ്റ്, ലോർഡ് മക്കോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മക്കോളേസ് മിനിറ്റും വളരെയധികം ഒരു റോൾ പ്ലേ ചെയ്തു ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും മാത്രം പോപ്പുലറൈസ് ആവാൻ വേണ്ടി. മക്കോളയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുതന്നെയായിരുന്നു: ടു മേക്ക് ദ പീപ്പിൾ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ. അതായത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യൻസ് ലാംഗ്വേജ് പഠിക്കുക. അപ്പോൾ കാണാനും ജന്മം കൊണ്ടും അതുപോലെ തന്നെ അപ്പിയറൻസ് കൊണ്ടും അവർ ഇന്ത്യൻസ് ആണ്. പക്ഷേ അവരുടെ ചിന്താരീതിയും അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന രീതിയും എല്ലാം തന്നെ ഇംഗ്ലീഷാണ്. അങ്ങനത്തെ രീതിയിൽ ഒരു രണ്ട് ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളെ ഉണ്ടാക്കാനാണ് ലോർഡ് മക്കോളെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മക്കോളേസ് മിനിറ്റിലൂടെ ഉദ്ദേശിച്ചത്. മാത്രമല്ല അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർ പിന്നീട് ബാക്കിയുള്ള ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അങ്ങനത്തെ രീതിയിലുള്ളൊരു ചെയിൻ സിസ്റ്റവും ഇതിലൂടെ സംഭവിക്കും. അല്ലാത്ത പക്ഷം എല്ലാവരെയും ഇരുത്തി ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത് ആ ഒരു സമയത്ത് അത്രമാത്രം എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കോളയുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് രണ്ടാണ്: ടു ക്രിയേറ്റ് ദി ഡോമിനൻസ് ഓഫ് ബ്രിട്ടീഷ് കൾച്ചർ ഓവർ ദി ഇന്ത്യൻസ് and to have control over the mind of the Indian people through English language. This is the first purpose. Second purpose is to train Indians and make them fit for employment. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇത്രമാത്രം എഫക്റ്റീവ് ആവാൻ തുടങ്ങിയത്. മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്നത് ആർക്കാണോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്നത് അവർക്ക് മാത്രമേ ജോലി കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് പ്രിഫറൻസ് കാരണം പല ഇന്ത്യൻസും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ജീവിക്കണമെങ്കിൽ, നല്ലൊരു ഇൻകം വേണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം, ഇതൊരു അത്യാവശ്യമായൊരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പുതിയതായി വന്നിട്ടുള്ള കോളേജസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇന്ത്യയിൽ വന്നതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെ തന്നെ ഇത്രമാത്രം നല്ലൊരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഇന്ത്യൻസാണ് പിന്നീട് അവിടുത്തെ ഒരു പുതിയൊരു ഇലൈറ്റായിട്ട് വരുന്നത്. അത് ഇപ്പോഴും നമുക്ക് ആ ഒരു പ്രിഫറൻസ് ഉണ്ട്. ഒരു വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉള്ള ഒരാളെ നമ്മൾ ഒരു റെസ്പെക്റ്റോടുകൂടിയും ഒരു അഡ്മിറേഷനോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എപ്പോഴും നമ്മളൊരു ഫാക്ടറായിട്ട് വെക്കുന്നതും ആ ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമോ ആ ഒരാൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ അത്രമാത്രം പ്രോഗ്രസീവ് അല്ല എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഒറിജിൻ ഈ ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഈ ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലും വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. പിന്നീട്
നമുക്ക് കാണാം. നമുക്കിപ്പോഴും നമ്മുടെ സൊസൈറ്റി എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്നതാണ്. പുതിയതായിട്ട് വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏറെക്കുറെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ മെയിനായിട്ടൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് ഇംഗ്ലീഷാണ്. ഇവിടുത്തെ റീജിയണൽ ഇതാണെങ്കിലും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാത്ത ഒരു സബ്ജക്റ്റായി മാറിയിരിക്കുന്നു. മാത്രമല്ല അന്നത്തെ ബ്രിട്ടീഷ് ലോ പ്രകാരം കോളേജസിലൊക്കെ ഇംഗ്ലീഷാണ് കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കോളേജിൽ ഇംഗ്ലീഷ് അറിയണമെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷ് അറിയണമെങ്കിൽ സ്കൂൾ ലെവൽ തൊട്ടേ അത് പഠിച്ചു വരണം. കാരണം ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മദർ ടങ് ഇംഗ്ലീഷ് അല്ല, നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണത്. ഒരുപാടധികം വർഷങ്ങളുടെ ഒരു പ്രാക്ടീസ് വേണം നമുക്ക് ആ ഒരു ലാംഗ്വേജ് അത്രമാത്രം മനസ്സിലാക്കി അതിൽ അത്രമാത്രം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അത്ര ഒരു എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് മെയിനായിട്ട് സ്കൂളുകളിൽ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങിയത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെയുള്ളൊരു പിക്ചർ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷവും കൊളോണൈസേഷൻ തീർന്ന ബ്രിട്ടീഷുകാരെല്ലാം തന്നെ ഇവിടുന്ന് അവരുടെ ആ ഒരു പവർ ഇവിടെ അവസാനിച്ച സമയത്ത് പോലും ഇംഗ്ലീഷ് ഇവിടെ നിലനിന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ ഇവിടെ നിലനിന്നു. ഇപ്പോഴത്തെ സിനാരിയോയിൽ ഇംഗ്ലീഷ് ഇന്ത്യയുടെ വളരെ ഒരു മെയിൻ ലാംഗ്വേജ് ആയിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒഫീഷ്യലി ഇറ്റ് വാസ് ഗിവൺ എ സ്റ്റാറ്റസ് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് ലാംഗ്വേജ് and was supposed to terminate officially after 15 years of India's independence, but it still remains one of the most important languages of India. ഇന്ത്യയുടെ കാര്യം മാത്രമായതുകൊണ്ടാണ്. വേറെ ഏത് ഒരു ഫോർമർ കോളനിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അവിടെ ഇപ്പോഴും ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ആ ഒരു യൂറോപ്യൻ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും പല രാജ്യങ്ങളിലും ഉണ്ട്. അതിൻ്റെ ഒക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു കോളനൈസേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. നമ്മളിവിടെ ELT ഇംഗ്ലീഷിന് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററി മാത്രം ഫോക്കസ് ചെയ്തത്. സോ ദിസ് ഈസ് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ELT ഇൻ ഇന്ത്യ. ഐ ഹോപ്പ് ദിസ് വാസ് അണ്ടർസ്റ്റാൻഡബിൾ. ഞാനിപ്പോൾ ഈ റെഫർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഈ ഒരു PDF ലിങ്കും കൂടി ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. യു ക്യാൻ റെഫർ ദാറ്റ് ഫോർ യുവർ നോട്ട് മേക്കിംഗ്. So I hope this was understandable. If yes, do comment, and if you have anything more to add, you can do so in the comment section as well. I'll see you in the next video, and in the next video we'll be discussing Macaulay's Minute. Okay, so see you. Thank you.